തൊണ്ണൂറുകളിൽ വിരിഞ്ഞ വസന്തം 2000-ന് ശേഷം പൂത്തുലഞ്ഞ ആ മേഖല IT അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന മേഖല ഒരു വൻ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ഉള്ളത്. ഈ മേഖലയിലെ തൊഴിലിനെ പൂർണ്ണമായും തകർത്ത് കളയുമോ, അത് ഒരു പാസിംഗ് ക്ലൗഡ് പോലെ ഇത് മാഞ്ഞുപോയി വീണ്ടും ആ തൊഴിൽ മേഖല ശക്തമായി തിരിച്ചു വരുമോ? അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ മേഖലയിൽ AI ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ കുറച്ച് കാലമായി കേട്ടുവരുന്നതാണ്, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ഉപയോഗിച്ച് വരുന്നതാണ്. എന്നാൽ പെട്ടെന്ന് എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ഇതുവരെ കോഡുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ChatGPT പോലെയുള്ള അല്ലെ ജെമിനി പോലെയുള്ള AI ഡെവലപ്പേഴ്സ് ഉപയോഗിച്ച് വന്നിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അതിനോട് പറയുന്നു, അത് കോഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ഈ ഡെവലപ്പേഴ്സ് അത് ചെക്ക് ചെയ്യുന്നു, ഇൻ കേസ് മാറ്റങ്ങൾ വേണമെങ്കിൽ വീണ്ടും പറഞ്ഞ് മാറ്റം വരുത്തുന്നു, അവരുടെ സോഫ്റ്റ്വെയറിൽ അത് ഉപയോഗിക്കുന്നു. ഇങ്ങനെയായിരുന്നു അത് നടന്നിരുന്നത്. എന്നാൽ ഫെബ്രുവരി 4-ാം തീയതി ലോകത്തെ എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളുടെയും സ്റ്റോക്ക് മാർക്കറ്റിലെ വാല്യുവേഷൻ കുത്തനെ കുറയുകയും അവരുടെ സ്റ്റോക്ക് വാല്യൂ കുത്തനെ ഇടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. എന്താണ് ഫെബ്രുവരി 4-ന് സംഭവിച്ചത്? ആന്ത്രോപിക് എന്ന കമ്പനിയുടെ ക്ലൗഡ് അവരുടെ ഒരു പുതിയ വേർഷൻ ഇറക്കുന്നു. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ChatGPT പോലെ അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള ഒരു ജനറേറ്റീവ് AI തന്നെയാണ്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അത് ഓൾറെഡി ഉപയോഗിച്ചിട്ടും ഉണ്ടാവും. ആന്ത്രോപിക് എന്ന കമ്പനിയെ പറ്റി പറയുമ്പോൾ ഡാരിയോ അമേഡോ എന്നൊരാളാണ് ഈ കമ്പനിയുടെ CEO. ഇദ്ദേഹം മുൻപ് ഓപ്പൺ AIയിൽ ChatGPTക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയും കുറച്ച് ഡെവലപ്പേഴ്സും പുറത്തു വന്ന് തുടങ്ങിയ കമ്പനിയാണ് ആന്ത്രോപിക്. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ ക്ലൗഡ് 4.6ൻ്റെ പ്രത്യേകത എന്താണ്? അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ഒരു ഹ്യൂമനെ പോലെ ഉപയോഗിക്കാനുള്ള ശേഷി ഈ ക്ലൗഡ് 4.6 ഏജൻറ്റിന് ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ റിക്വയർമെൻ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ റിക്വയർമെൻറ്റ് പൂർണ്ണമായും മനുഷ്യൻ്റെ ഭാഷയിൽ, ഒരു കോഡും വേണ്ട, മനുഷ്യൻ്റെ ഭാഷയിൽ ഈ ഏജൻറ്റിനോട് പറഞ്ഞു കൊടുത്താൽ ആ ഏജൻറ്റ് ഇതിനു വേണ്ടിയുള്ള കോഡ് ആദ്യം ഡെവലപ്പ് ചെയ്യും. പൂർണ്ണമായിട്ടും കോഡിൻ്റെ ഒരു മൊഡ്യൂളല്ല, പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം അത് ടെസ്റ്റിങ്ങിലേക്ക് പോകും, സ്വന്തമായിട്ട് അത് ടെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും പ്രോബ്ലംസോ ലൂപ്പ് ഹോൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യും. അതുപോലെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കോഡാണോ സോഫ്റ്റ്വെയർ ആണോ ഡെവലപ്പ് ആയിരിക്കുന്നതെന്നത് പരിശോധിക്കും, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അതിനൊരു ലോഡ് ടെസ്റ്റിംഗ് നടത്തണമോ അതുപോലും ഈ ഒരു ഏജൻറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എവിടെയാണോ ഇത് ഡിപ്ലോയ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ കൃത്യമായി ഡിപ്ലോയ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരിക. മനുഷ്യൻ്റെ ഇടപെടൽ ഇതിൽ എവിടെയും ആവശ്യം വരുന്നില്ല. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന സാധനം ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലൈഫ് സൈക്കിളിൽ എവിടെയും വരുന്നില്ല എന്നത് തന്നെയാണ് ലോകത്തെ IT കമ്പനികളെ പാനിക് ആക്കിയത്. കാരണം സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന വലിയൊരു തൊഴിൽ മേഖലയെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളുടെയും ഏറ്റവും വലിയ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് അങ്ങനെ വ്യാപകമായിട്ട് ആരെങ്കിലും ഉപയോഗിച്ചത് കൊണ്ട്, തൊഴിൽ പോയത് കൊണ്ടല്ല പെട്ടെന്ന് ഈ സ്റ്റോക്ക് മാർക്കറ്റ് വീഴാനും വാല്യുവേഷൻ കുറയാനും ഉണ്ടായ കാരണം. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാമെന്ന് നോക്കിയിട്ട്, ഫ്യൂച്ചറിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ പേടിച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് വീണിരിക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മേഖലയിൽ മാത്രം തീരുന്നില്ല. IT എനേബിൾഡ് സർവീസ്, ITES എന്ന് നമ്മൾ വിളിക്കുന്ന ആ മേഖലയെ മൊത്തത്തിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഇവർ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നതെങ്കിൽ. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് അല്ല, ലീഗൽ എന്ന മേഖലയിലാണ്. നമുക്കറിയാം ലോകത്ത് ധാരാളം ലീഗൽ ഡോക്യുമെൻറ്റുകൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ആളുകൾ തമ്മിൽ ഇങ്ങനെ ധാരാളം ലീഗൽ ഡോക്യുമെൻറ്റുകളുടെ ആവശ്യമുണ്ട്. കൂടാതെ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനും വിശദീകരണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് നമുക്കറിയാം ഒരു ലോയർ അല്ലെങ്കിൽ ഒരു ലീഗൽ എക്സ്പേർട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ഒരു വിശദമായ ലീഗൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 100 കണക്കിന് പേജുകൾ മുതൽ 1000 കണക്കിന് പേജുകൾ വരെ ഉണ്ടാവാം. ഇത് ഒരു ലീഗൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ക്ലൗഡ് 4.6നുള്ള ഏജൻറ്റ് ഈ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് മിനിറ്റുകളോ മണിക്കൂറുകളോ സമയമെടുത്ത് മാത്രം ഉണ്ടാക്കിത്തരും. അതായത് ഇതൊരു ലീഗൽ എക്സ്പേർട്ടാണ്. ഇതിൻ്റെ എക്സ്പീരിയൻസിന് ലിമിറ്റില്ല. ഒരു ഹ്യൂമൻ ഉണ്ടാക്കുന്ന, ഒരു ലീഗൽ എക്സ്പേർട്ട് ഹ്യൂമൻ ഉണ്ടാക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ പിന്നെയും പ്രോബ്ലംസ് ഉണ്ടാകും, അതിന് കറക്ഷൻസിൻ്റെ ആവശ്യമുണ്ടാകാം, അത് ലൂപ്പ് ഹോളുകൾ ഉണ്ടാകും. ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. കാരണം അതിൻ്റെ നോളജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇനി വേറൊരു എക്സാമ്പിളിലേക്ക് പോയാൽ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന ഒരു ജോബ് മേഖല വളരെ വലുതാണെന്ന് ഈ ഇൻഡസ്ട്രിയിലുള്ളവർക്കറിയാം. അതായത്
രോഗികളുടെ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ റിസൾട്ട്, ഇതെല്ലാം ഒരു പ്രോപ്പർ ഡോക്യുമെൻ്റായി, അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ, ഇതെല്ലാം ഒരു പ്രോപ്പർ ഡോക്യുമെൻ്റായി സ്റ്റോർ ചെയ്യുക എന്നുള്ള രീതി ഉണ്ട്. അപ്പോൾ അത്തരം ജോബുകളും സാധാരണഗതിയിൽ ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഇന്ത്യയിലുള്ള ഇതിൻ്റെ എക്സ്പേർട്സ് ആണ് ഈ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ ഒരു പ്രോംപ്റ്റ് പോലും ഇല്ലാതെ റിയൽ ടൈമിൽ ചെയ്യുവാൻ ആ ഡോക്ടറും രോഗിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റൂമിലുള്ള ഒരു കമ്പ്യൂട്ടറിന്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഡിവൈസിന് റിയൽ ടൈമിൽ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിയും. ആ തൊഴിൽ മേഖലയും അതുകൊണ്ട് ഈ ഒരു ഡെവലപ്മെൻറ്റോടെ ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് കസ്റ്റമർ കെയർ ആണ്. കസ്റ്റമർ കെയറിൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ AI വന്നിട്ട് കുറച്ച് നാളായി. പക്ഷേ നമുക്കറിയാം, നമ്മൾ ചോദിക്കുമ്പോൾ ചില സിസ്റ്റമാറ്റിക് ആൻസറുകൾ, അതിനറിയുന്ന കുറച്ച് ആൻസറുകൾ നമുക്ക് തിരിച്ചു തരുന്നു എന്നല്ലാതെ അതത്ര ഇൻ്റലിജൻ്റ് ആയിരുന്നില്ല. ഇനി വരാൻ പോകുന്ന ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു വേർഷന്, ക്ലൗഡേ മാത്രമല്ല ഒത്തിരി അധികം കമ്പനികൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റ് കമ്പനികളും ഇത്തരം പ്രോഡക്റ്റുകളുമായിട്ട് വരും. അപ്പോൾ ഇത്തരം ഏജൻറ്റുകൾ വളരെ ഇമോഷണൽ ആയിട്ട് പോലും കസ്റ്റമറോട് സംസാരിക്കാൻ കഴിവുള്ളവയാണ്. അവരുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കൊടുക്കാൻ കഴിവുള്ളവയാണ്. നിങ്ങൾക്കൊരു റീഫണ്ട് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ശരിയായിരുന്നില്ല, അത് നിങ്ങൾക്ക് റീഫണ്ട് തരേണ്ടതാണ് എന്ന് നിങ്ങൾ അതിനെ ബോധ്യപ്പെടുത്തിയാൽ റീഫണ്ട് സ്വന്തമായി പോയി ചെയ്തു തരാനുള്ള ശേഷി അതിനുണ്ടാവും. അതേസമയം നിങ്ങൾ ശരിക്കും റീഫണ്ട് അർഹിക്കുന്നില്ലെങ്കിൽ അത് അനലൈസ് ചെയ്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് റീഫണ്ട് തരാൻ കഴിയില്ല എന്ന് കൃത്യമായി പറഞ്ഞു തരാനുള്ള ശേഷിയും അതിനുണ്ടാവും. ഇതെല്ലാം ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ കസ്റ്റമർ കെയർ എന്ന മേഖലയും പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഈ ഏജൻറ്റുകൾക്ക് കഴിയും. ഇങ്ങനെ അനേകം തൊഴിൽ മേഖലകളുണ്ട്. ഈ മേഖലകളിലെല്ലാം കടന്നു കയറാൻ ഈ പുതിയ ഏജൻറ്റുകൾക്ക് കഴിയും. നമുക്കറിയുന്ന ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് തൊഴിൽ മേഖലയിൽ വന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെയാണ്. അതുവരെ കായികമായി എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് യന്ത്രങ്ങൾ ആ തൊഴിൽ ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അവിടെ ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ ജോലി ചെയ്തിരുന്നവർക്ക് ആ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നൊരവസ്ഥയുണ്ടായി. എന്നാൽ അവിടെ ഒരു പുതിയ തൊഴിൽ മേഖല തുറന്നു വരുന്നത് നമുക്ക് കാണാം. അതായത് ഈ മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ, അത് മെയിൻ്റനൻസ് ചെയ്യുന്ന ആളുകൾ, അത് നിർമ്മിക്കുന്ന കമ്പനികൾ, അവിടെയുള്ള തൊഴിൽ മേഖലകൾ, അങ്ങനെ വിശാലമായ ഒരു തൊഴിൽ മേഖല ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു മേഖലയിൽ തൊഴിൽ പോയപ്പോൾ മറ്റൊരു മേഖലയിൽ തൊഴിലുണ്ടായതാണ് നമ്മൾ കാണുന്നത്. ഇതിനുശേഷം കമ്പ്യൂട്ടറിൻ്റെ ഒരു വിപ്ലവം വന്നു. ക്ലർക്കുമാർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഗുമസ്തന്മാർ, അങ്ങനെയുള്ളവർക്കെല്ലാം തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. തീർച്ചയാണ് അവിടെ കമ്പ്യൂട്ടർ വന്നതോടെ ക്ലർക്കുമാരുടെ എണ്ണം അല്ലെങ്കിൽ ആ മേഖലയിൽ ജോയിൻ ചെയ്യുന്നവരുടെ എണ്ണം സാരമായി കുറഞ്ഞു. അവിടെയും പുതിയ ഒരു തൊഴിൽ മേഖല തുറന്നു വരുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയറുകൾ മാനേജ് ചെയ്യുക, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, കമ്പ്യൂട്ടറിന് വേണ്ട പാർട്സ് ഉണ്ടാക്കുക, അത് അസംബ്ലി ചെയ്യുക, അങ്ങനെ വിശാലമായ ഒരു തൊഴിൽ മേഖല കമ്പ്യൂട്ടർ മേഖലയിൽ നിന്നുണ്ടായി. സോ അവിടെയും കാണാം, ഒരു തൊഴിൽ മേഖല പോകുമ്പോൾ മറ്റൊരു തൊഴിൽ മേഖല ഓപ്പണായി വരുന്നത്. അതിനുശേഷം ഉണ്ടായൊരു വിപ്ലവമായിരുന്നു, അത് IT ഇൻഡസ്ട്രിയിൽ മാത്രം ഉണ്ടായതാണ്, ക്ലൗഡ് എന്ന മേഖലയിലുണ്ടായ വിപ്ലവം. അതിനു മുമ്പ് വരെ എല്ലാ കമ്പനികളും സ്വന്തം സർവറുകൾ സ്വന്തം ബിൽഡിങ്ങിൽ വെച്ചിരുന്ന ഇൻ പ്രമൈസസ് എന്ന ടെക്നോളജിയാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം സർവറുകൾ ക്ലൗഡിലേക്ക് പോയി. മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ IBM, ഗൂഗിൾ പോലെയുള്ള, ആമസോൺ പോലെയുള്ള ക്ലൗഡുകളിലേക്ക് സർവറുകൾ പോയി. സർവറുകൾ സ്വന്തമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാതെ വന്നു. അതോടെ അത് ബാധിച്ചത് ഈ സർവറുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന IT അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖലയാണ്. എന്നാൽ അവിടെ പുതിയൊരു തൊഴിൽ മേഖല തുറന്നു വരുന്നുണ്ട്. അതായത് ക്ലൗഡ് മാനേജേഴ്സ്, ക്ലൗഡ് മാനേജ് ചെയ്യുക, ക്ലൗഡിൽ പുതിയ സോഫ്റ്റ്വെയർ ഡിപ്ലോമ ചെയ്യുക, അത് മാനേജ് ചെയ്യുക, അങ്ങനെ ഒരു പുതിയ തൊഴിൽ മേഖല അവിടെ തുറന്നു വരുന്നുണ്ട്. സോ മുമ്പ് പറഞ്ഞ 3 എക്സാമ്പിളുകളിലും ഒരു മേഖല അടയുമ്പോൾ പുതിയൊരു മേഖല ഉണ്ടായി വരുന്നത് നമുക്ക് കാണാം. ഇവിടെയും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ആന്ത്രോപിക്കിൻ്റെ ഫൗണ്ടറായ അല്ലെങ്കിൽ CEO ആയ ഡാരിയോ അമേഡ പറയുന്നത് 2027ഓടെ 50% സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആവശ്യമില്ലാതായി വരും, അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്നാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീധർ വെമ്പു, സോഹോ എന്ന കമ്പനിയുടെ ഫൗണ്ടറും CEO എല്ലാമാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ മറ്റൊരു തൊഴിൽ തേടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ AI മേഖലയിലും കുറച്ചധികം തൊഴിൽ മേഖലകൾ പുതിയതായി തുറന്നു വരുന്നുണ്ട്. അതായത് AI ഏജൻറ്റ് ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ AI ഏജൻറ്റ് ട്രാഫിക് കൺട്രോൾ. അതായത് നമുക്കറിയാം, ഈ ഏജൻറ്റ് വളരെ ഇൻ്റലിജൻ്റ് ആണ്, ഹ്യൂമനെ പോലെ ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞു. അവയെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. സോ അത്തരം ഒരു ജോലി ഇവിടെ ഉണ്ടാവും. പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഇതിന് എന്ത് തന്നെയായാലും നമ്മളൊരു പ്രോംപ്റ്റ് കൃത്യമായി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഹ്യൂമൻ ലാംഗ്വേജിലാണെങ്കിൽ പോലും, കോഡിംഗ് അല്ല എങ്കിൽ പോലും, അങ്ങനെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊരു മേഖല ഇവിടെ വളർന്നു വരുന്നുണ്ട്. പിന്നെ
ഈ മേഖല തകരുമ്പോൾ ചിപ്പുകളുടെ എണ്ണം, കമ്പ്യൂട്ടർ സെർവറുകളുടെ എണ്ണം എല്ലാം കൂടുതൽ ആവശ്യമായി വരും. ആ മേഖലയിൽ പുതിയ തൊഴിലുകളുണ്ടാവും. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടുന്ന തൊഴിലുകളെ കോമ്പൻസേറ്റ് ചെയ്യാൻ മാത്രം വലുതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുന്നേ ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ ഒരു റവല്യൂഷൻ സംഭവിച്ചത് ഏതാണ്ട് 80 വർഷങ്ങൾ എടുത്തിട്ടാണ്. 1760 മുതൽ 1840 വരെയുള്ള 80 വർഷങ്ങൾ കൊണ്ടാണ് നടന്നത്. കമ്പ്യൂട്ടർ വിപ്ലവം നടന്നത് ഏതാണ്ട് 15-20 വർഷം എടുത്തിട്ടാണ് കമ്പ്യൂട്ടറുകൾ കോമൺ ആയി മാറിയത്. അതിനുശേഷം പറഞ്ഞ ക്ലൗഡ് ഇൻഡസ്ട്രി വളർന്നു വന്നത് ഒരു 5-10 വർഷം എടുത്തിട്ടാണ്. എന്നാൽ നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് ഓരോ പുതിയത് വരുമ്പോഴും അതിൻ്റെ സ്പീഡ് വളരെ വേഗമാണ്. ആദ്യം 80 വർഷം എടുത്തുവെങ്കിൽ പിന്നെ 20 വർഷം എടുത്തുവെങ്കിൽ പിന്നെ അത് 10-5 വർഷമായി ചുരുങ്ങി. ഇവിടെ അത് വളരെ ഫാസ്റ്റാണ് ഈ AI റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ ഇന്ന് AI പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു, അപ്ഡേറ്റഡ് ആവുന്നു, അപ് ടു ഡേറ്റ് ആവുന്നു. ഒരു 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തേക്ക് നിങ്ങൾ ഈ മേഖലയിലേക്ക് നോക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ നോളജ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. അത്ര ഫാസ്റ്റായിട്ടാണ് ഇവിടെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായാലും, പുതിയ തൊഴിൽ മേഖലകൾ വന്നാലും അതിലേക്ക് അഡാപ്റ്റ് ആവുക എന്നുള്ളത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്ര ഫാസ്റ്റായിട്ടാണ് ഇവിടെ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്ര ഡൈനമിക് ആയിട്ട് നിന്നാൽ മാത്രമേ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ളൊരു സാഹചര്യം തീർച്ചയായും ഇവിടെയുണ്ട്. ഈ വലിയ കമ്പനികളെ മാത്രമാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു എന്നാണ് ലോകം അന്വേഷിക്കുന്നത്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM, ഓപ്പൺ AI, ആന്ത്രോപിക് പോലെയുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്നാൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ചെറിയ കമ്പനികളുണ്ട്. അവരും ചെറിയ നിഷിൽ ഡെവലപ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരും വലിയ കണ്ടുപിടുത്തങ്ങൾ ആ മേഖലയിൽ നടത്താനും AI മേഖലയിൽ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കണക്കുകളനുസരിച്ച് ഏതാണ്ട് 80% ഇത്തരം ചെറിയ കമ്പനികളെല്ലാം ഫെയിലിയറാണ്. അത് കുറച്ച് ഡെവലപ്മെൻറ്റിന് ശേഷം സ്ക്രാപ്പ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ വിജയിക്കുന്ന ഒരു 20% അവർ കൊണ്ടുവരാൻ പോകുന്ന പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റും കൂടെ ഈ മാർക്കറ്റിലേക്കാണ് വരുന്നത്. അതും ഈ തൊഴിൽ മേഖലകളെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയണം. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വലിയ കമ്പനികളുടെ CEOs പറയുന്നതായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞതായാലും യൂട്യൂബിൽ നിന്നോ മറ്റ് മീഡിയകളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങളായാലും ഫ്യൂച്ചറിനെ പറ്റി ഈ പറയുന്നതെല്ലാം സ്പെക്കുലേഷൻസ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേഷൻസ് ആണ്. അതൊന്നും പൂർണ്ണമായ ഉറപ്പുള്ള കാര്യങ്ങൾ അല്ല. സോ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ മേഖലയിലുള്ളവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ആവാൻ ശ്രമിക്കുക, അതിലേക്ക് പൊരുത്തപ്പെട്ട് അത് പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകളിലേക്കും കൂടുതൽ നിങ്ങളുടെ പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. ഇത് 2 കാര്യങ്ങളാണ് നമുക്ക് ആസ് ഓഫ് നൗ ഇപ്പോൾ കറണ്ട് ഗിവൺ സിറ്റുവേഷനിൽ ചെയ്യാൻ കഴിയുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നതാണോ, നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ, ഇതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് വായിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടും. ഒപ്പം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്